കാലക്കിടാവേ, ഇത്തവണ നീ ആ മരത്തിൽ വെടിവെച്ചില്ലല്ലോ. ആച്ചാ പിടി. ഇപ്പൊ ആ മരം കാണുന്നുണ്ടോ? ഉണ്ട്. വിഡ്ഢി, എന്നാ പറയാനാ. എടാ, നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തേക്ക് എയിം ചെയ്താൽ ആ എയിം മാത്രമേ മനസ്സിലുണ്ടാകാവൂ. പിടി, നോക്ക്. ആ ബോർഡ് കാണുന്നുണ്ടോ? ഉണ്ട്. ബ്ലഡി ഫുൾ. ആ റെഡ് സ്പോട്ട് മാത്രം ലക്ഷ്യമിട്. ആ, ഹോൾഡ്. റെഡി? റെഡി. ഷൂട്ട്. നീ ചിരിക്കണ്ട, നീ വെറുതെ ട്രിഗറിൽ വരെ വെച്ചതല്ലേ ഉള്ളൂ. എയിം എന്റെ അല്ലയോ? നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഒറ്റ ഗെയിം ശരിയാക്കും. എടാ മിടുക്ക, അങ്ങനെ പറ. ഒയ്യോ, മഴ വന്നു, വാ വീട്ടിൽ പോവാം. ഓടിയ വീട്ടിലെത്തില്ല, നാറി നനയും. നാറി നനയോ? എന്താടാ പറഞ്ഞത്? നാറി അല്ലല്ല, നനഞ്ഞ് നാറുന്ന ഞാൻ പറ. നാറി നനയണ്ട, തോക്ക് നനയണ്ട. ആ നീ കൊള്ളാലോടാ ശിഷ്യ. കാര്യം കഴിഞ്ഞപ്പോ ഗുരുവിനെ കൈവിട്ടല്ലേ? പോയിക്കോ. ഹലോ, അപ്പൊ ഞാനിവിടെ നിന്ന് മഴ നനഞ്ഞ് പനി പിടിച്ചോട്ടല്ലേ? പിന്നെ ഇള്ള കുട്ടിയല്ലേ, മഴ നനഞ്ഞ പനി പിടിക്കാൻ. പോവേക്കാം. ആ, നെല്ലൊക്കെ വിളഞ്ഞോ വാസുട്ടാ? ആ, വിളഞ്ഞോണ്ടിരിക്കണു. താൻ എവിടേക്കാ ബാഗൊക്കെ ആയിട്ട്? ഓ, ഞാൻ പട്ടാളത്തിൽ നിന്ന് വന്ന് ഇത്രയും നാളായിട്ട് ഒന്ന് അവിടം വരെ ചെന്നില്ലോ എന്നാ മറിയമ്മായിക്ക് വലിയ പരാതി. ആകെപ്പാടെ ബന്ധു എന്ന് പറയാൻ അവരല്ലേ ഉള്ളൂ. എന്നാലും എന്റെ വാസുവേട്ട എന്നാ പറയാനാ, ആ കടപ്പുറത്തൊന്നും മിണ്ടാനും പറയാനും ഒരാളില്ലാതെ ഞാൻ നട്ടം തിരിഞ്ഞു പോവുകയുള്ളൂ. പറ്റുമെങ്കിലല്ല, വാസുവേട്ടനും കൂടെ വാ. അവിടെ നമുക്ക് അടിച്ച് മിന്നിക്കാം. നല്ല ഒന്നാന്തരം മീൻ കിട്ടും. ദാ സാധനം റെഡിയാ. പിള്ളേരൊറ്റയ്ക്കാവില്ലേ? നമുക്ക് പിള്ളേരെ കൊണ്ടുപോവാം. പിള്ളേരെ കൊണ്ടുപോവാം. എന്താ, അവർക്കൊരു ചേഞ്ച് അല്ലേ? പെട്ടെന്ന് റെഡിയാവാൻ പറ. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ മോളെ. ഇവിടെ കട്ടുകൊണ്ടുപോയി എന്തിരുന്നിട്ടാ ഒക്കെ അങ്ങനെ തോന്നലാവും. ചില ഒന്ന് കിടക്ക്. അവൾക്ക് തോന്നിയതാവും, പോയി കിടക്കാൻ നോക്കടാ. മുമ്പ് ഒരിക്കലും ഇവിടെ കള്ളം കയറിയിട്ടില്ലല്ലോ അച്ഛാ. ചോദിച്ച കാര്യം നിങ്ങൾ കാണിച്ചേ? വിടറാ, കൊലയാടി മോനെ, കൊന്നുകളയും ഞാൻ. എന്തു പറ്റി മാധവേട്ടാ? അറിയില്ല മോനെ, ഇയാൾക്കിത് പഞ്ഞിക്കാരനെ കുറിച്ച് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് അയാളെ ട്രേസ് ചെയ്യാനാകും.
ആരോ വരുന്നുണ്ട്. നിങ്ങൾ മാറിക്കോ. മാറിക്കൊള്ളൂ. ദേവാ മോനെ, അവസാനം നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മോനെ, ഇത്രയും നാൾ നീ എവിടെയായിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രം, വന്നിട്ട് ഇതുവരെ എന്തേ വീട്ടിലേക്ക് വന്നില്ല? അപ്പോ ഞാൻ ഭയന്നത് തന്നെ കാര്യം. അയാളെ മാത്രം നീ തേടി വന്നതാ അല്ലേ കുട്ടി? എൻ്റെ മോനെ, നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആളായോണ്ട് പറയുക, വീണ ചോര വീണു. ഇനി അതിൻ്റെ കണക്ക് എണ്ണി തീർത്താൽ പോലും നീ ഒന്നും നേടുന്നില്ല. നഷ്ടപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. നിന്റെ മുമ്പിൽ ഒരായുസിൻ്റെ ജീവിതം ബാക്കിയുണ്ട്. ആരുമില്ലെന്ന് തോന്നലും നിനക്ക് വേണ്ട. നീ ജീവിതത്തിൽ എന്താണെങ്കിലും നിന്നെ സ്നേഹിക്കാനും നിനക്ക് സ്നേഹിക്കാനും ഞങ്ങൾ ചിലരൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞ ദേവൻ ഏതെന്ന് പോലും എനിക്കറിയില്ല. ദേവാ? അതെ, ഇത് മറ്റൊരു ദേവൻ. ഈ ദേവൻ ആരുടെ ഉപദേശങ്ങളും മനസ്സിലാവില്ല. ഇവിടെ എവിടെ കണ്ടെന്നാ നിങ്ങൾ പറഞ്ഞത്? ദാ അവിടെ. ശല്യം. നിനക്കൊന്ന് അമ്മയും പെങ്ങളും ഇല്ലടാ പട്ടി. അപ്പൊ തന്നെ വലിച്ച് ജീപ്പിൽ കയറ്റായിരുന്നില്ല നിങ്ങൾക്ക്? അതെടാ, ജീപ്പി കയറ്റാ നീ ഇങ്ങോട്ട് വാ. അപ്പോഴാൾത്തറ ആളായിരുന്നു ദേവാ. അമ്പലത്തിൽ നോക്ക്. അല്ല, അയാളോടുണ്ടാവോ? കേറി നോക്കാൻ. വന്നേ. ദേവേട്ടാ, കുട്ടി പൊയ്ക്കോളൂ, ഞാൻ വരാം. ഓർമ്മയിലൊന്നും ഞാനില്ലെന്ന ചോദ്യം നന്നായി. പക്ഷേ അതിന് ഉത്തരം പറയാൻ ദേവേട്ടന് ഒട്ടും സമയം തന്നില്ല. എന്റെ കാര്യം പോട്ടെ, പക്ഷെ അച്ഛനെ വേദനിപ്പിച്ചാൽ എനിക്ക് പരാതിയുണ്ട്. എവിടെയാണേലും ദേവേട്ടൻ സുഖമായിട്ടിരിക്കണേന്നായിരുന്നു ഇന്നും അച്ഛന്റെ പ്രാർത്ഥന. അതുകൊണ്ടാ ഉപദേശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ദേവേട്ടന് സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാവില്ല അല്ലേ? മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ വേദനയാണ് 12 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇവിടെ തന്നെ എന്നെ എത്തിച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്കല്ലല്ലോ. ദേവേട്ടാ, ദേവി ഇതത് മാത്രം പറയരുത്. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ആരും വഴി തടയാൻ വരരുത്. എന്നെ എന്റെ ലക്ഷ്യത്തിനോട്ടേക്ക്. അയാൾ അതിലുണ്ട്. നീ ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങൾ പഞ്ഞിക്കാരനെ കൊണ്ടേ വരൂ.